UDFന്റെ വിജയക്കൊടി പാറി LDF പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ചു. വൻ ഭൂരിപക്ഷത്തിന്റെ തിളക്കത്തിലാണ് UDF. ഇത് പൂർണ്ണമായും VD സതീശന്റെയോ UDFന്റെയോ മാത്രം കഴിവാണോ? കാരണക്കാരായത് രണ്ട് വ്യക്തിത്വങ്ങളാണ്. ആർക്കെങ്കിലും പറയാവോ അതാരൊക്കെയാണ്? അതെ, 10 വർഷത്തെ തുടർച്ചയായ ഭരണം. ആദ്യ 5 വർഷം പിന്നെ വരുന്ന 5 വർഷത്തിന് വേണ്ടിയായിരുന്നു. അതും നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് കാഴ്ചവെച്ചു. പിന്നെയും ഒരു 5 വർഷം. മടുത്തു കാണണം. പാടുതന്നെയായി മുന്നണി സംവിധാനം. വെളിവില്ലാത്ത കുറെ പാർട്ടികളും അതിനൊക്കെ കുറെ നേതാക്കന്മാരും. ഭരണമാറ്റം LDF പോലും ആഗ്രഹിച്ചിരിക്കാം. ഈ തലവേദനകളും പ്രഷറും ടെൻഷനും ഇനിയിപ്പോ അവരും ഒന്ന് ആസ്വദിക്കട്ടെ. ചരിത്രത്തിൽ ആദ്യമായി 10 വർഷം തുടർച്ചയായി LDF ഭരിച്ചപ്പോൾ ഇനിയൊരു 5 വർഷം ഭരിക്കാനും തരംതാഴ്ന്ന ആരോപണങ്ങൾ കേൾക്കാനും വയ്യെന്ന് തീരുമാനിച്ചു. അവർ തന്നെ ഭരിക്കട്ടെ. ഇനി വരാൻ പോകുന്ന 5 വർഷം മത്സരബുദ്ധിയില്ലാതെ ഏകകണ്ഠേന ഒരു മുഖ്യനെ തെരഞ്ഞെടുക്കാൻ സാധിക്കട്ടെ. എന്റെ പാർട്ടിക്ക് നേതാക്കന്മാര് മാത്രമുള്ളൂന്ന് എനിക്കറിയാം. അതിന് ചാണ്ടി ഉമ്മൻ, VD സതീശൻ എന്നിവരെ പോലുള്ളവർ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. മറ്റുള്ളവരെ കുറച്ച് കാണുകയല്ല, യൂത്തന്മാര് വരട്ടെ. അങ്ങനെയെങ്കിൽ കുറെയൊക്കെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥകൾ വിരളമായിരിക്കും എന്ന് കരുതി പഴയ മുഖ്യനെ കുറച്ച് കാണുകയല്ല. നമ്മുടെ മുഖ്യന് നമ്മുടെ അടുത്തല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ പോയി പൊട്ടിത്തെറിക്കാൻ കഴിയുമോ? വിട്ടുകള. ട്രോളിന്റെ കാലമൊക്കെ മതിയാക്കൂ. പ്രഷർ കുക്കറിന് പോലും എന്നും പ്രതികരിക്കാം. മുഖ്യനായിക്കൂടെ? വരുന്ന നാളെയെ എതിരേൽക്കാം. നീ നന്നായാൽ നിന്റെ കുടുംബം നന്നാകും. ഓരോരുത്തരുടെയും കുടുംബം നന്നായാൽ നന്നാവുന്നത് നമ്മുടെ നാടാണ്. നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ഈ ലോകം തന്നെ നന്നായി. ഈ ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട. ഭാരത് മാതാ കി